അങ്ങനെ പ്ലെയിനിൽ ഉണ്ടായിരുന്നവർ എങ്ങനെയാണ് മരിച്ചതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ശരിക്കും അന്ന് എന്താ നടന്നതെന്ന് വെച്ചാൽ ടേക്ക് ഓഫിന് മുമ്പ് പൈലറ്റ് ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും. അപ്പോൾ തുറന്നിരിക്കേണ്ട വാൽവ് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ പൈലറ്റ് അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ പൈലറ്റിന്റെ അശ്രദ്ധ മൂലം ഫ്ലൈയിങ്ങിന്റെ ഇടയിൽ ക്യാബിൻ പ്രഷർ ഇല്ലാതാകുന്നു. ശരിക്കും ആ സമയത്ത് ഓക്സിജൻ സപ്ലൈ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ വാൽവ് ക്ലോസ് ആയതുകൊണ്ട് ഓട്ടോ സപ്ലൈ നടന്നില്ല. അപ്പൊ 10,000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ആൾക്കാർക്ക് ഏതാനും നിമിഷം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയ ആളുകൾ എല്ലാവരും കൂടി ഫ്രീസ് ആയി മരിച്ചു പോകുന്നു. അങ്ങനെ ക്യാപ്റ്റൻ മരിച്ച എല്ലാവരുടെയും ആത്മാവിനെ വിളിച്ചുകൂടി ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ ആളുകളൊക്കെ ക്യാപ്റ്റന് നേരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ഒരാൾ കാരണം ഞങ്ങൾ എല്ലാവരും മരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവർ ഇമോഷണൽ ആകുന്നു. ശരിക്കും അവരൊക്കെ മരിച്ചെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് മെർലിൻ അവിടേക്ക് വന്നിട്ട് ആത്മാക്കളോട് സംസാരിക്കാൻ തുടങ്ങി. നടന്നതിനെ മാറ്റാൻ പറ്റില്ലെന്നും നിങ്ങളുടെ വിധി അക്സെപ്റ്റ് ചെയ്ത് ഭൂമിയിൽ നിന്നും പോകണമെന്നും പറയുന്നു. ആ സമയത്ത് അവിടെ ഒരു പ്രകാശം വരാണ്. അങ്ങനെ എല്ലാ ആത്മാക്കളും അവരുടെ ഫെയ്ത്ത് അക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തിൽ ആ പ്രകാശത്തിലേക്ക് കയറിപ്പോയി സിനിമ അവസാനിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇഷ്ടമായാലും ഹൃദയം തരണേ, കൂടെ കൂടണേ.